അടുത്തത് പോയിൻറ്റിങ് വെക്ടർ വെച്ചൊരു പ്രോബ്ലമാണ് മിക്കപ്പോഴും ചോദിക്കുന്നത്. ഒന്നെങ്കിൽ തിയറവും പ്രോബ്ലവും അല്ലെങ്കിൽ പ്രോബ്ലം ആയിരിക്കും. അതിൽ എപ്പോഴും വരുന്ന ആൾ ഷോ ദാറ്റ് പവർ ഫ്ലോ എലോങ് ദ കോയാക്സിയൽ കേബിൾ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറൻറ്റ് യൂസിങ് പോയിൻറ്റിങ് തിയറം. അപ്പോൾ വരയ്ക്കേണ്ട ഒരു കോയാക്സിയൽ കേബിളാണ്. അതിൻ്റെ ഇന്നർ റേഡിയസ് 2a റേഡിയസ് അല്ല, ഇന്നർ ഡയമീറ്റർ 2a ഔട്ടർ ഡയമീറ്റർ 2b. അതിൽ കൂടെ പോകുന്ന കറണ്ട് I. ഇറ്റ്സ് കണക്റ്റഡ് അക്രോസ് റെസിസ്റ്റൻസ് R. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എഴുതിയേക്കുന്നത്. റേഡിയസ് ഇന്നർ കണ്ടക്ടറിൻ്റെ 2a 2b. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണ്, വിയും അതിൽ കറൻറ്റും വരുന്നേരം നമുക്ക് അറിയാം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ ഡിസ്റ്റൻസ് R ഒരു കണ്ടക്ടറിൽ കൂടെ, ഒരു കണ്ടക്ടർ ഇൻ സർക്കുലർ ഷേപ്പിലാണെങ്കിൽ നമുക്കറിയാം H = I/2πr ആംബിയർ സർക്യൂട്ട് ലോ വെച്ചിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം ദ സെൻറ്റർ ഓഫ് an inner conductor. ണ്ടേത് ഇക്വേഷൻ H = I/2r നിങ്ങളുടെ 3rd മൊഡ്യൂളിൻ്റെ അകത്തുള്ള ഒരു ഇക്വേഷനാണ്. കറസ്പോണ്ടിങ്ലി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ എന്താണ്? ρl/2πε/r. റോയൽ എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ എവിടം തൊട്ട് B തൊട്ട് A വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയമീറ്റർ, കണ്ടക്ടറിൻ്റെ ഡയമീറ്റർ ഡിഫറൻസ് E.dl ആണ്. E എന്ന് പറഞ്ഞാൽ എന്താണ്? ρl/2πr dr. അപ്പോൾ ഇതിൽ ഈ ρl/2πε കോൺസ്റ്റൻ്റ് ആണ് വെളിയിലെടുത്തു, നെഗറ്റീവും വെളിയിലെടുത്ത്. അപ്പം dr/r എന്ന് പറഞ്ഞാൽ എന്താണ്? ln ആണ്. ലോഗറിതമിക് അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നേരം ln b/a എന്ന് വരും, വിയുടെ ഇക്വേഷൻ. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയും ക്ലിയർ ആയെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഈ വിയുടെ അവിടെ, ഈ കിട്ടിയ ഇക്വേഷൻ്റെ അവിടെ നമ്മൾ R വെച്ച് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഇക്വേഷൻ അല്ലേ, E എന്നുള്ള ടേം തന്നെയല്ലേ. അപ്പോൾ നമുക്കിവിടെ റീപ്ലേസ് ചെയ്യാം. ρl/2πr = E × ln b/a × r. അപ്പോൾ E എന്ന് പറഞ്ഞാൽ എന്താണ്? V / ln b/a × r. ഓക്കെ, നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലോസ്ഡ് സർഫസ് ആയതുകൊണ്ട് സർഫസ് ഇൻ്റഗ്രൽ P.ds. P എന്ന് നമുക്കറിയാം E×H ആണ്. E എന്നറിയാം V × r ln b/a. H എന്ന് പറയുന്ന നമ്മുടെ ആംബിയർ സർക്യൂട്ട് ലോ വെച്ചിട്ടുള്ള I/2πr. സർഫസ് സർക്കിൾ അല്ലേ, സർഫസ് ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2πr ആണല്ലോ, 2πr × dr. അപ്പം ഈ 2πr ഈ 2πr ക്യാൻസലായി മിച്ചം വരുന്ന എന്താണ്? ln V / ln b/a × I. അതെല്ലാം കോൺസ്റ്റൻ്റ് ആവും. മിച്ചം ഇൻ്റഗ്രൽ dr/r. അതാണ് എഴുതിയേക്കുന്നത്. ഇതപ്പോൾ എന്താണ് വരുന്നത്? ln അല്ലേ, ln b/a. അവസാനം ഇത് ക്യാൻസലായി പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് × കറണ്ട്. ഇതായിരുന്നു സോൾവ് ചെയ്യാൻ പറഞ്ഞ ഇക്വേഷൻ. ഓക്കെ, താങ്ക് യു.